ജീവിതത്തിലെ ഏറ്റവും അർത്ഥപൂർണമായ 25 വർഷങ്ങൾ. 1999 ജൂലൈ 21 എന്ന ദിനം സിസ്റ്ററിന്റെ ജീവിതത്തിലെ ഏറ്റവും മഹനീയമായ ദിനമാണ്. ഒരധ്യാപിക എന്ന നിലയിൽ ഏറ്റവും സംതൃപ്തമായ അഗസ്റ്റിൻസിലെ 25 വർഷങ്ങൾ ഡെയ്സി സിസ്റ്ററിന് ഒരിക്കലും മറക്കാവുന്ന ഒന്നല്ല. ഇത് ശരിക്കും ഒരു വലിയ സർപ്രൈസ് ആയിപ്പോയി. ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ സംഭവിക്കുന്നത്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട എൻ്റെ സ്റ്റാഫുകളെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുമക്കളെ, 25 വർഷം മുമ്പ് ഞാൻ ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് ശാന്തരാകുവാൻ നമ്മളെ വേഗം നിർത്തിക്കോളാം. ജൂലൈ 21 തീയതിയാണ്
ഞാൻ 25 വർഷം പൂർത്തിയാക്കിയത്. ഇന്ന് ഒരു മാസം കൂടി കഴിഞ്ഞു. ഇതിൻ്റെ ഓർമ്മ സെന്റ് അഗസ്റ്റിൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവന്റെ ജീവനാണ്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പകുതിയോളം ഭാഗം ഈ വിദ്യാലയത്തിലാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഓരോ മണൽത്തരിയും എനിക്ക് സുപരിചിതമാണ്. ഇവിടുത്തെ കാറ്റ് എനിക്ക് എൻ്റെ ശ്വാസത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ എന്നെ ഞാനാക്കിയത് ഈ വിദ്യാലയമാണ്. കാരണം ഞാനിവിടെ കടന്നു വരുന്ന സമയത്ത് വളരെ നാണപ്പെടുകയും സംസാരിക്കാൻ സാധിക്കാത്തതൊക്കെ ആയിരുന്നു. ഈ കുഞ്ഞുങ്ങളുടെ മുൻപിൽ നിന്ന് സംസാരിച്ചാണ് ഞാനായി തീർന്നത്. ഒരുപാട് ഓർമ്മകളുണ്ട് ഈ വിദ്യാലയത്തെ കുറിച്ച് എനിക്ക് ഓർക്കുമ്പോൾ. അതൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ സമയമില്ല. പിന്നീട് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത് വലിയ ഒരു സർപ്രൈസ് ആയിപ്പോയി. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം. നമ്മുടെ ലെജിസ്ലേറ്റർ എപ്പോഴും സർപ്രൈസുകളുടെ ഒരു രാജകുമാരിയാണ്. കാരണം നമ്മൾ ആരും വിചാരിക്കാത്ത രീതിയിലാണ് സിസ്റ്റർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ സ്റ്റാഫുകളെല്ലാവരും കുഞ്ഞുങ്ങളോടൊപ്പം നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ. ശരിക്കും ഒരു അധ്യാപികയുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് ഇന്ന് നിങ്ങൾ എനിക്ക് നൽകിയത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേറെ സന്തോഷം കൊണ്ടും അഭിമാനം കൊണ്ടും ഒക്കെ എന്റെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. പുറത്തേക്ക് കൈകൾ നീട്ടിയിരുന്ന ഒരു സന്യാസിയുടെ കൈകളിൽ മുട്ടയിട്ട ഒരു കിളിയെ കുറിച്ചൊരു കഥയുണ്ട്. ആ കിളി മുട്ടയിട്ട് കഴിഞ്ഞപ്പോൾ സന്യാസി വിചാരിച്ചു അതിനെ ഈ മുട്ട കൈയടങ്ങിയ മുട്ട വിരിയില്ല. അപ്പോൾ ആ മുട്ട വിരിയുന്നത് വരെ സന്യാസി കാത്തുനിന്നു. അത് വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് കുഞ്ഞാണ്, ഇതിന് പറക്കാൻ അറിയില്ല. അങ്ങനെ കുഞ്ഞ് പറക്ക വെച്ചുപോളം കൈകൾ നീട്ടിയിരുന്നു എന്നാണ് ആ സന്യാസിയെ കുറിച്ച് പറയുന്നത്. ഇതുപോലെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവനർപ്പിച്ച ഓരോ അധ്യാപകരും. പ്രത്യേകിച്ച് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ അധ്യാപകർ ഓരോരുത്തരും ഇങ്ങനെ സ്വന്തം ജീവിതം സമർപ്പിച്ചവരാണ്. എനിക്കും ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. ഈ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയുകയാണ്. കുഞ്ഞുങ്ങളുടെ ആദ്യമൊക്കെ എനിക്ക് തോന്നിയത് ഞാൻ അധ്യാപികയാണ്, ഇവരെ കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ് എന്നൊക്കെയാണ്. പക്ഷെ പിന്നീട് കാലങ്ങളെ പഠിപ്പിച്ചത് കുട്ടികളും അധ്യാപകരും തമ്മിൽ, വിദ്യാർത്ഥിയും അധ്യാപികയും തമ്മിൽ വളരെ നേർത്ത അകലം മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥിയും അധ്യാപകരും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് കുഞ്ഞുങ്ങളോടൊക്കെ ഒരുപാട് സ്നേഹം തോന്നുന്നത്. നിങ്ങളെല്ലാവരെയും ഞാനൊരു സുഹൃത്തുക്കളായിട്ടാണ് കരുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ചങ്കിനോട് ചേർന്നാണ് നിങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നത്. ഈ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഒരുപാട് നന്ദി 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 എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ഐക്യത്തിന്റെ നിർദ്ദേശാനുസരണം കൂടെ നിന്ന് പ്രവർത്തിച്ച എന്നെ ഒരു തരത്തിലും അറിയിക്കാതിരിക്കാൻ അവർ പ്രത്യേകം പറഞ്ഞതാണ്. അതുകൊണ്ട് അവരാരും എന്നോട് വാക്കുപോലും പറഞ്ഞില്ല. വളരെ പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. എന്തായാലും ഇനിയും ഒരുപാട് അതിശയങ്ങൾ ജനിപ്പിക്കാൻ നമ്മുടെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സിസ്റ്ററിനും നമ്മുടെ ഈ സ്കൂളിന്റെ നട്ടനും നെടുന്തൂണും രാജാവും മേധാവും നായികയും കൂട്ടുകാരിയുമെല്ലാമായ ഹെഡ്മിസ്ട്രസിനും നിങ്ങളുടെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ഉള്ളകയിൽ കൊണ്ടു നടക്കുന്ന, ഹൃദയത്തോടെ ചേർത്ത് വയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സ്റ്റാഫംഗങ്ങൾക്കും എല്ലാവരും കൂടിയായി എൻ്റെ ഏറ്റവും ഹൃദയത്തിന്റെ ഉള്ളിൽ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും
ഇവിടെ പരിപാടി അവതരിപ്പിച്ചവർക്കും എനിക്ക് നൽകിയ സമ്മാനത്തിന് എല്ലാത്തിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Thank you.